നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. അടുത്തിടെ ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിലുണ്ടായ ഹാൻഡ വൈറസ് ബാധ ലോക ശ്രദ്ധ നേടിയതോടെ ഇതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഫൈസർ കമ്പനിയുടെ ഒരു ഔദ്യോഗിക രേഖയിൽ ഹാൻഡ വൈറസിനെ കുറിച്ച് പരാമർശം ഉണ്ടെന്നും ഇത് വാക്സിൻ മൂലം ഉണ്ടാകുന്നതുമാണെന്നാണ് ചിലരുടെ വാദം. എന്നാൽ ഇതിലെ സത്യാവസ്ഥ പരിശോധിച്ചാൽ എന്താണ് ഈ രേഖയിൽ ഉള്ളത്? 2021 ഫെബ്രുവരി വരെ കൊറോണ വാക്സിൻ സ്വീകരിച്ചവർക്കുണ്ടായേക്കാവുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ശേഖരിച്ച വിവരങ്ങളിലാണ് ഇത് അടങ്ങിയിരിക്കുന്നത്. 38 പേജുള്ള റിപ്പോർട്ടിൽ ഇതിന്റെ 33-ാം പേജിൽ ഹാൻഡ വൈറസ് പൾമണറി ഇൻഫെക്ഷൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ വിവാദത്തിന് കാരണമായിരിക്കുന്നത്. റിപ്പോർട്ടിലെ 33-ാം പേജിലുള്ളത് വാക്സിൻ നൽകിയ ശേഷം നിരീക്ഷിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു അക്ഷരമാലാക്രമത്തിലുള്ള പട്ടികയാണ്. നൂറുകണക്കിന് രോഗങ്ങളുടെ പേരുകളും ഇതിലുണ്ട്. ഇതിൽ കാരണവുമില്ല, പാർശ്വഫലവുമില്ല. ഒരു വ്യക്തി വാക്സിൻ എടുത്ത ശേഷം മറ്റേതെങ്കിലും കാരണത്താൽ രോഗബാധിതനായാൽ പോലും ഇത് ഈ പട്ടികയിൽ രേഖപ്പെടുത്താറുണ്ട്. ഇതിനർത്ഥം വാക്സിൻ കാരണമാണ് ഈ രോഗം ഉണ്ടായത് എന്നല്ല. നിലവിൽ കപ്പലിലുണ്ടായ ഹാൻഡ വൈറസ് ബാധയ്ക്ക് വാക്സിനുമായി യാതൊരു ബന്ധവുമില്ല. എലികളിലൂടെയും മറ്റും ആണ് രോഗം പകരുന്നത്. ജർമ്മനിയിൽ ഊർജ പ്രതിസന്ധിയും വിലക്കയറ്റവും മൂലം ബുദ്ധിമുട്ടുന്ന തൊഴിലാളികൾക്ക് കമ്പനികൾ നൽകാനിരുന്ന 1000 യൂറോയുടെ നികുതിരഹിത ആശ്വാസ ധനസഹായം, അതായത് എൻലാസ്റ്റുങ് പ്രീമിയം, പ്രതിസന്ധിയിലായി. ജർമ്മൻ പാർലമെന്റിന്റെ ഉപരിസഭയായ ബുണ്ടസ്റാത്ത് ഈ പദ്ധതിക്ക് അനുമതി നൽകിയില്ല. തൊഴിലാളികൾക്ക് കമ്പനികൾ നൽകുന്ന 1000 യൂറോ വരെയുള്ള ബോണസിന് നികുതി ഒഴിവാക്കി നൽകാനായിരുന്നു ഫെഡറൽ ഗവൺമെന്റിന്റെ തീരുമാനം. 2027 ജൂൺ വരെ ഇത് നൽകാനായിരുന്നു ലക്ഷ്യം. ചുരുക്കത്തിൽ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന 1000 യൂറോയുടെ ആനുകൂല്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തെ തുടർന്ന് അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ്. ആഗോളതലത്തിലെ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കും അമേരിക്ക ഏർപ്പെടുത്തിയ ഇറക്കുമതി നിയന്ത്രണങ്ങൾക്കുമിടയിൽ ജർമ്മനിയുടെ കയറ്റുമതി മേഖലയിൽ നേരിയ വളർച്ച. മാർച്ചിലെ കണക്കുകൾ പ്രകാരം കയറ്റുമതിയിൽ 0.5% വർധനവ് രേഖപ്പെടുത്തി. മാർച്ച് മാസത്തിൽ ജർമ്മനി 135.8 ബില്യൺ യൂറോയുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തപ്പോൾ 121.5 ബില്യൺ യൂറോയുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തു. ഇറക്കുമതിയിൽ 5.1% വലിയ വർധനയാണ് കാണിക്കുന്നത്. പടിഞ്ഞാറൻ ജർമ്മനിയിലെ സിൻസിങ് നഗരത്തിൽ മണിക്കൂറുകളോളം നീണ്ടുനിന്ന നാടകീയ ബന്ദി നാടകം അവസാനിച്ചു. ബാങ്കിനുള്ളിൽ കുടുങ്ങിയ രണ്ടുപേരെയും പരുക്കുകളില്ലാതെ പ്രത്യേക സുരക്ഷാ സേന മോചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പോലീസിനെ കബളിപ്പിച്ച അക്രമികൾ ഇതിനോടകം സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പ്രത്യേക സേന ബാങ്കിനുള്ളിലേക്ക് ഇരച്ചു കയറിയത്. അകത്തെ ഒരു മുറിയിൽ പൂട്ടിയിട്ട നിലയിലായിരുന്നു രണ്ടുപേരെയും കണ്ടെത്തിയത്. അക്രമികൾ ഇവരെ മുറിയിൽ പൂട്ടിയ ശേഷം ഉടൻ തന്നെ ബാങ്കിന് പുറത്ത് കടന്നതായിട്ടാണ് പ്രാഥമിക നിഗമനം. പണം കൊണ്ടുപോകുന്ന വാഹനത്തിലെ ഡ്രൈവറും മറ്റൊരു ജീവനക്കാരനുമാണ് ബന്ദികളാക്കപ്പെട്ടത്. ബാങ്കിലേക്ക് പണവുമായി എത്തിയപ്പോഴാണ് ഇവരെ തോക്കിൻ മുനയിൽ നിർത്തി അക്രമികൾ ബന്ദിയാക്കിയത്. ഹെലികോപ്റ്ററുകളും നൂറുകണക്കിന് സായുധ പോലീസുകാരും ചേർന്ന് നഗരമധ്യത്തിൽ വലിയ സുരക്ഷാ വലയം തീർത്തിരുന്നു. സമീപത്തെ സ്കൂളുകൾ ഒഴിപ്പിക്കുകയും ജനങ്ങളോട് വീടിന് പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സമയത്ത് അക്രമികളുമായി നേരിട്ട് ആശയവിനിമയം നടത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ബാങ്കിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പ്രതികൾ ഇപ്പോൾ ഈ പ്രദേശം വിട്ടുപോയതായിട്ടാണ് പോലീസ് കരുതുന്നത്. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. രക്ഷപ്പെട്ട പ്രതികൾക്കായി ജർമ്മനിയിൽ ഉടനീളം തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. UK തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേടി. കുടിയേറ്റ വിരുദ്ധ തരംഗത്തെ തടഞ്ഞു നിർത്തി ഹാംബെയർ കൗണ്ടി കൗൺസിലിൽ നിന്നും വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് മലയാളിയായ സജീഷ് ടോം. ബ്രിട്ടനിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ കുതിപ്പിനിടയിലും മലയാളി പെരുമയുമായി കോട്ടയം സ്വദേശി സതീഷ് ടോം രാജ്യത്തെ 3ാമത്തെ വലിയ കൗണ്ടിയായ ഹാംബെയർഷെയർ കൗണ്ടി കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏക ലേബർ പാർട്ടി കൗൺസിലാണ് സജീഷ്. കോട്ടയം വൈക്കം സ്വദേശിയായ സജീഷ് 2005 കുടുംബസമേതം UK-യിലെത്തിയത്. UK-യിലെ മലയാളി അസോസിയേഷനുകളുടെ ദേശീയ സംഘടനയായ യുക്മയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. നിലവിൽ ബേസിംഗ്സ്റ്റോക്ക് NHS ആശുപത്രിയിൽ അഡ്മിൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. UK-യിലെ പ്രബല ട്രേഡ് യൂണിയനായ യുണീസസിന്റെ ബ്രാഞ്ച് ചെയർപേഴ്സൺ കൂടിയാണ്. ഹാംബെയർ ഹോസ്പിറ്റലിൽ ICU ഡെപ്യൂട്ടി സിസ്റ്ററായ ആൻസിയാണ് ഭാര്യ. ഏക മകൾ അലീന ലണ്ടനിൽ ജോലി ചെയ്യുന്നു.
ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അഭിമാനമായ സൂപ്പർ താരം മോഹൻലാൽ പങ്കെടുക്കുന്ന ഭീമൻ ലൈവ് ഷോ ജൂൺ 26 ജർമ്മനിയിൽ അരങ്ങേറും. ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ ഇൻ ലൈവ് ഇൻ ജർമ്മനി ബിയോണ്ട് ദ സ്ക്രീൻ എന്ന പരിപാടി ജർമ്മനിയിലെ നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയ സംസ്ഥാനത്തെ ഓബർഹൗസിലെ റുഡോൾഫ് വേബർ അരീനയിലാണ് നടക്കുന്നത്. യൂറോപ്പിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഇന്ത്യൻ സ്റ്റാർ നൈറ്റായി ഇത് വിലയിരുത്തപ്പെടുന്നു. ഇതിന്റെ വിശദാംശങ്ങളുമായി മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാലിന്റെ സ്വന്തം ശബ്ദത്തിലൂടെയുള്ള വിശേഷണങ്ങൾ കേൾക്കുക. Hello Germany, Guten Tag, Deutschland. This is Mohanlal and I am truly delighted to share something very special with you. For years, you have given me love beyond borders, beyond languages and beyond the screen. Now it is time for us to meet, not just through cinema, but live and in person. I am excited to announce that I will be joining you for an unforgettable evening. A spectacular star night filled with music, dance, live entertainment and magical moments we will create together. And we are bringing this celebration to one of the largest indoor arenas in the region, Rudolf Weber Arena, Oberhausen, 26 June 2026. Thank you. അപ്പോൾ തുടങ്ങാം അല്ലേ? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ 102 സീറ്റിന്റെ ചരിത്ര വിജയം കടൽ കടന്ന് യൂറോപ്പിലും ആഘോഷമാക്കുന്നു. UDF യൂറോപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള പ്രമുഖ UDF നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മെയ് 9 ശനിയാഴ്ച ഓൺലൈനായി വിജയാഘോഷം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 9:30 യൂറോപ്പ് സമയം വൈകിട്ട് 5 UK അയർലൻഡ് സമയം വൈകിട്ട് 6 പരിപാടി നടക്കുന്നത്. കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ക്യാമ്പിലെ സ്റ്റാർ ക്യാമ്പയിനറുമായ ഷാഫി പറമ്പിൽ MP, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, കേരള കോൺഗ്രസ് നേതാവ് അബു ജോൺ ജോസഫ്, MLA-മാരായ റോജി M. ജോൺ, ആര്യാടൻ ഷൌക്കത്ത്, സജീവ് ജോസഫ്, ഷിബു തെക്കുംപുറം, അഡ്വക്കേറ്റ് VS ജോയി, KM അഭിജിത്ത്, AD തോമസ് തുടങ്ങിയവർ പരിപാടികളുടെ ഭാഗമാകും. എല്ലാ UDF പ്രവർത്തകരെയും ജനാധിപത്യ വിശ്വാസികളെയും ഓൺലൈനായി നടക്കുന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. വത്തിക്കാനിലെ ഉന്നത പദവിയിലെത്തിയ ശേഷം ആദ്യമായി അയർലൻഡിലെത്തിയ കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന് ഡബ്ലിൻ വിമാനത്താവളത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. സീറോ മലബാർ സഭയുടെ അയർലൻഡ് കോർഡിനേറ്റർ മോൺസിഞ്ഞോർ ആന്റണി പെരുമായൻ, വിവിധ വൈദികർ, വിശ്വാസികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അയർലൻഡിലെ പ്രശസ്തമായ നോക്ക് മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള സീറോ മലബാർ സഭയുടെ വാർഷിക തീർത്ഥാടനത്തിൽ മാർ കൂവക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ശനിയാഴ്ചയാണ് ഈ പ്രധാന ചടങ്ങ് നടക്കുന്നത്. രാവിലെ 9:45 നോക്ക് ബസിലിക്കയിൽ ജപമാലയുടെ തീർത്ഥാടന ആചരണങ്ങൾക്ക് തുടക്കമാകും. തുടർന്ന് ആഘോഷപൂർവമായ സീറോ മലബാർ വിശുദ്ധ കുർബാനയും ഭക്തി നിർഭരമായ പ്രദക്ഷിണവും ഉണ്ടാവും. ബിഷപ്പുമാർ സ്റ്റീഫൻ ചെറുപ്പണത്ത്, അയർലൻഡ് നാഷണൽ കോർഡിനേറ്റർ ഫാദർ ജോസഫ് ഓലിയക്കാട്ട്, അയർലൻഡിൽ ഉടനീളമുള്ള സീറോ മലബാർ വൈദികർ എന്നിവർ തീർത്ഥാടനത്തിൽ സഹകാർമ്മികരായിരിക്കും. രാവിലെ 10 മണിക്ക് നോർക്ക് ദേവാലയത്തിൽ കർദിനാളിന് അയർലൻഡ് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക സ്വീകരണവും നൽകും. നോക്കിലെ ബസിലിക്കയിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയിലും തുടർന്ന് നടക്കുന്ന പ്രഘോഷണ പരിപാടിയിലും അയർലൻഡിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് മലയാളി വിശ്വാസികൾ പങ്കെടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. OICC മാൾട്ടയുടെ നേതൃത്വത്തിൽ UDFന്റെ ചരിത്ര വിജയം ആഘോഷിച്ചു. യോഗത്തിൽ പ്രസിഡന്റ് TG വിഷ്ണു, ജനറൽ സെക്രട്ടറി സിബിൻ T വർഗീസ്, ട്രഷറർ റോഷ് വലിയ വിളയിൽ എന്നിവർ നേതൃത്വം നൽകി. അംഗങ്ങളുടെയും പ്രവർത്തകരുടെയും പങ്കാളിത്തം യോഗത്തിന് വളരെ ആവേശം പകർന്നു. യോഗത്തിൽ നാഷണൽ കമ്മിറ്റിയുടെയും റീജിയൻ കമ്മിറ്റിയുടെയും അംഗങ്ങൾ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നു. UDF നേതാക്കളെ ഫോണിലൂടെ ബന്ധപ്പെട്ട് അറിയിക്കുകയും ചെയ്തു. സംഘടനയുടെ വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും എല്ലാവരും നൽകിയ സഹകരണത്തിനും പിന്തുണയ്ക്കും നേതാക്കൾ പ്രത്യേകം നന്ദി പറഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.